ട്രംപ് വന്നതിന് ശേഷം എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി വിരട്ടി തൻ്റെ വരുതിയിലാക്കുകയാണ്. ഇപ്പോൾ അവസാനം ഇന്ത്യയുടെ ഭാഗത്തേക്കും അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ പുറത്താക്കിയിരിക്കുകയാണ്, തിരിച്ചയച്ചിരിക്കുകയാണ് ഇന്ത്യയിലേക്ക്. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? നീക്കങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല ട്രംപ്. അതന്നേ ഈ നിങ്ങളൊക്കെ കമലാ ഹാരിസിനെതിരെ പറയുമ്പോൾ നിങ്ങളൊക്കെ ട്രംപ് വിജയിച്ചത് ആഹ്ലാദം കൊള്ളുമ്പോൾ ഞാൻ പറഞ്ഞതാണ്. കാരണം ട്രംപിൻ്റെ ബേസിക് പോളിസി നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. ബേസിക് പോളിസി എന്ന് വെച്ചാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ എന്നുള്ളത്. അപ്പോൾ അമേരിക്കക്കാരുടെ താല്പര്യം, അമേരിക്ക ഇനി ഏത് അമേരിക്ക നമ്മൾ പോകുന്നില്ല, വെള്ളക്കാരനായിട്ടുള്ള മധ്യഭാഗം താഴെത്തട്ടിലുള്ള വെള്ളക്കാരനായിട്ടുള്ള അമേരിക്കൻ്റെ താല്പര്യം, അമേരിക്കക്കാരൻ്റെ താല്പര്യം, അതാണ് ട്രംപിൻ്റെ താല്പര്യം. ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന കുറേ കുടിയേറ്റക്കാരൊക്കെ ട്രംപിന് വേണ്ടി അവിടെ ചത്ത് പണിയെടുക്കുന്നുണ്ട്. അവരാണല്ലോ വൈറ്റ് ഹൗസ് പോയി കലാമുണ്ടാക്കാനൊക്കെ നോക്കിയത്. പക്ഷേ മണ്ടന്മാർക്ക് അറിഞ്ഞുകൊള്ളാത്തതുകൊണ്ടാണ്. ട്രംപ് ഇവർ അവിടെ ഈ ഇതിന് പറയുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നീ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കുറേ കഴിയുമ്പോൾ അയാൾക്ക് നിന്നോട് ആരാധനയും പ്രണയമൊക്കെ തോന്നുന്നതാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ഇവർക്ക് വളരെ സ്റ്റോക്ക്ഹോം സിൻഡ്രോമാണ്. ട്രംപ് ബേസിക്കലി ഇവർക്കെതിരാണ്. ഇപ്പോൾ ഇന്ത്യക്കാരനെ തന്നെ ക്യാബിനറ്റിന് എടുക്കാൻ നോക്കി അവരെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പം അവർക്ക് എതിരായതുകൊണ്ട് തന്നെ ട്രംപ് ഈ പറയുന്ന ഈ ട്രംപിനെ ട്രംപ് മുസ്ലിം വിരോധിയാണല്ലോ. ഈ ഒറ്റ സാധനത്തിന് പുറത്ത് ഇവർ ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ കുടിയേറ്റക്കാർക്കെതിരെ നിലപാടെടുക്കുന്ന, വെള്ളക്കാരല്ലാത്തവർക്കെതിരെ വംശീയമായ വിരോധം സൂക്ഷിക്കുന്ന ട്രംപിനോട് ഇവർക്ക് ഇത്തിരി സ്നേഹം എന്തുകൊണ്ടാണ്? മുസ്ലിം വിരോധത്തിന് പുറത്ത് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ ചില ആളുകളുടെ സ്ഥിതി. ഇനി ഇന്ത്യയിലുള്ള ഈ ട്രംപ് ആരാധകരെല്ലാം എന്ത് ചെയ്യും ഇങ്ങനൊരു നടപടി? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അമ്മാച്ചനാണോ ട്രംപ്? തിരികെയും കഴുതാൻ അന്താരാഷ്ട്ര രീതിയിൽ ആളുകൾ പരസ്പരം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, മൈ ഫ്രണ്ട് എന്നൊക്കെ പറയും. അവരുടെ താല്പര്യമേ അവർക്ക് അമേരിക്കക്കാരൻ ബേസിക്കലി ബിസിനസ്സാണ്. പിന്നെ എന്തുകൊണ്ടാണ് ട്രംപ് എങ്ങനെയാണ് നമുക്ക് ഗുണകരമാകുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ വരികയാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അല്ലെങ്കിൽ ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ്, ഇങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ഇഷ്യൂ, അത്തരം വിഷയങ്ങൾ നമുക്ക് അനുകൂലമായി ട്രംപ് നിലപാടും. അക്കാര്യത്തിൽ നിങ്ങൾ കൈയടിച്ചോ, ചിരിച്ചോ, ഈസ് അവർ ഫ്രണ്ട്. അല്ലാതെ അമേരിക്കക്കാരനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ട്രംപ് നമുക്ക് അനുകൂല നിലപാടെടുക്കില്ല. മോഡി ഒരു വലിയ ഫ്രണ്ടാണല്ലോ ട്രംപ്. ഇന്ത്യക്കാരനെതിരായിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ മോഡി ട്രംപിന് അനുകൂലമായി നിൽക്കും. ഡു യു തിങ്ക് സോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അമേരിക്കയിൽ നിന്ന് യുദ്ധവിമാനം മേടിച്ച പോലെ ഞങ്ങളെ യുദ്ധവിമാനം വാങ്ങും സർ എന്ന് പറഞ്ഞ് മോഡിയുടെ പിന്നാലെ നടക്കുകയാണല്ലോ. മോഡി എന്താ മേടിക്കാത്തത്? പുതിയ F-16 പുതിയ വേർഷൻ വന്നിട്ട് എന്താ മേടിക്കാത്തത്? പാകിസ്ഥാനയിൽ പഴയ വേർഷനാണ്. പുതിയ സ്റ്റെൽത്ത് ടെക്നോളജി, സെമി സ്റ്റെൽത്ത് ആയിട്ടുള്ള 4.5 ജനറേഷൻ F-16 വന്നിട്ട് എന്താ നമ്മൾ മേടിക്കാതെ തരാമെന്ന് അവർ പറഞ്ഞല്ലോ. അതിനിടയ്ക്ക് ചില ആളുകൾ F-22 റാപ്റ്ററൊക്കെ നമുക്ക് തരാൻ പോകുന്നത് എന്താ മുട്ട തരും. F-22 റാപ്റ്റർ അവർ അവരുടെ ഏറ്റവും അടുത്ത അലയാണ് ആര്? ഇസ്രായേൽ. അവർക്ക് പോലും കൊടുത്തിട്ടില്ല. പിന്നെ F-35 തരുമെന്ന്. ഒന്ന് F-35 അവരുടെ ഏറ്റവും അടുത്ത വേറെ സഖ്യാശിയായ ഈ രാജ്യമുണ്ടല്ലോ, ഏതാണ് എർഡോഗൻ്റെ രാജ്യം, തുർക്കിക്ക് കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് നമുക്ക് തരാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മളത് മേടിക്കാതെ? ഒടുക്കത്തെ വിലയാണ്. ഒന്ന് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്ക്വാഡ്രൺ ഇതുണ്ടാക്കാം, റാഫേൽ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൺ ഉണ്ടാക്കാം. നമുക്ക് അത്രയും മതി. നമ്മളെ ബേസിക് കോൺഫ്ലിക്റ്റ് ചൈനയും ഇവരുമായിട്ടാണ്. ചൈന ആണെങ്കിൽ 6th ജനറേഷൻ നമ്മളെക്കാളും ഫാർ ഹെഡാണ്. 6th ജനറേഷൻ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യക്കാരെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ നടപടികൾ എങ്ങനെയല്ല ഇന്ത്യയെ ബാധിക്കും? കാരണം ഈ വ്യവസായപരമായി മറ്റു മേഖലയിലെല്ലാം, ഈ IT മേഖലയിലെല്ലാം അമേരിക്കയുമായി ഇന്ത്യ നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ മേഖലയിൽ അതൊക്കെ നടക്കും. അമേരിക്കയ്ക്ക് ഗുണകരമായിട്ടുള്ള ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യപ്പെടും. നമ്മൾ വേറെ ചിലപ്പോൾ ഇപ്പം തന്നെ മോഡി ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇൻഷുറൻസ് മേഖല 100% താരിഫ് വിദേശ നിക്ഷേപം ഉറപ്പുവരുത്തി. എന്തുകൊണ്ടാണ്? അത് ട്രംപിൻ്റെ ഇമ്പാക്റ്റാണ്. കാരണം അത് പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇവിടുത്തെ മസ്ദൂർ സംഘം ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ RSSനെയൊക്കെ എതിർപ്പുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അടുത്ത ടയർ റിഫോംസ് നടപ്പിലാക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് ഓരോന്നായി മോഡി നടപ്പിലാക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്? അത് ട്രംപിനത് വേണം, ട്രംപിനെ സന്തോഷിപ്പിക്കാൻ അത് വേണം. അതാണൊരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ പലതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല BJPയുടെ RSSൻ്റെ ഒരു ബേസിക് ലൈൻ ആൻറ്റി സോഷ്യലിസ്റ്റ് ലൈനാണ്. അപ്പോൾ ഇതൊക്കെ പബ്ലിക് സെക്ടറിൽ നിലനിർത്തിയ വിദേശ നിക്ഷേപത്തിന് എതിരുള്ള ലൈൻ RSSനില്ല. സ്വദേശി കൂടി മെച്ചപ്പെടണമെന്നാണ്. സ്വദേശി കൂടി മെച്ചപ്പെടണ ഒരു ക്യാപ്പ് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനപ്പുറമാണ് ഇപ്പോൾ ഇൻഷുറൻസ് സെക്ടറിൽ നടത്തിയിട്ടുള്ള വലിയ പൂർണ്ണമായിട്ടുള്ള തുറന്നു കൊടുക്കൽ. അതോടൊപ്പം തന്നെ മോദി ഈ മാസം 12-നും 13-നും അമേരിക്ക സന്ദർശിക്കുന്നു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് കൂടിക്കാഴ്ചയൊക്കെ നടത്തും. ട്രംപിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പൊളിറ്റിക്കലി മോഡിയാണ്. പുടിൻ ബെഞ്ചമിൻ നെതന്യാഹു, മോഡി ഇവരാണ് അടുത്ത സുഹൃത്തുക്കൾ. അക്കാര്യത്തിൽ സംശയമില്ല.
പക്ഷേ പുട്ടിനോടാണ് നെതന്യാഹുവിനാണ് അമേരിക്കയെ താല്പര്യത്തിന് എതിരാണെങ്കിൽ അങ്ങനെ എതിര് നിൽക്കും. അങ്ങേർക്ക് അമേരിക്കക്കാരുടെ താല്പര്യമല്ലേ പ്രധാനം, മോഡിക്ക് ഇന്ത്യക്കാരുടെ താല്പര്യമല്ലേ പ്രധാനം, പുട്ടിന് റഷ്യക്കാരുടെ താല്പര്യമല്ലേ പ്രധാനം, അതുപോലെ തന്നെ നെതന്യാഹുവിന് ഇസ്രായേൽ ജൂതന്മാരുടെ താല്പര്യമല്ലേ പ്രധാനം. അതിനൊന്നും അവരെതിരെ നിങ്ങളെന്താ ടൂ മച്ച് എക്സ്പെക്ട് ചെയ്യുന്നതാണ് പ്രശ്നം. നിങ്ങളൊരാൾ വിളിച്ച് നിങ്ങൾക്ക് ഒരു ചായ മേടിച്ചത് നിങ്ങൾ അവിടെ ലഞ്ചും കൂടി എക്സ്പെക്ട് ചെയ്യില്ല, അതാണ് നിങ്ങളെ പ്രശ്നം. ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ ഒരു പ്രശ്നമുണ്ട്. ഈ മുസ്ലിം വിരോധം ഇങ്ങനെ പറയുമ്പോൾ മുസ്ലിം വിരോധം എന്നുള്ളൊരു സാധനം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെരി ഗുഡ് ഇല്ല അങ്ങനെയല്ല, അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ബി റിയലിസ്റ്റിക് അബൌട്ട് ദാറ്റ്. അപ്പം കുടിയേറ്റക്കാർക്കെതിരെ അന്ന് നമ്മൾ പറഞ്ഞതാണ്, ഇലക്ഷന് മുമ്പേ പറഞ്ഞത്, കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിലപാട് അങ്ങയുടെ ബേസിക് നിലപാടാണ്, അത് മാറാനൊന്നും പോകുന്നില്ല. അത് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയായിരുന്നു. പിന്നെ അവിടെ പഠിക്കാൻ പോയിട്ട് മുങ്ങുന്ന കുറേ ആളുകളുണ്ട്, എന്നിട്ട് ജോലി ചെയ്ത് അവിടുത്തെ ഏതോ മതാമനം കെട്ടി മറ്റേ 2 countries സ്വരാജ് വെഞ്ഞാമുടി ചെയ്ത പോലെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ എതിരാണ് ഇങ്ങയുടെ പോളിസി. പക്ഷേ ഗ്രീൻ കാർഡ് കിട്ടിയവനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ അങ്ങേര് ഈ അടുത്ത വരാൻ പോകുന്നുണ്ട് സബ് കോൺട്രാക്റ്റിന് അങ്ങനെ എതിരാണ്. സബ് കോൺട്രാക്റ്റുകൾ വരുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പലരും പൈസക്കാരൊക്കെ. ഈ സബ് കോൺട്രാക്റ്റുകൾക്ക് അങ്ങനെ എതിരാണ്. ഹീസ് അഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് സബ് കോൺട്രാക്റ്റ് വന്നത് ഇവിടെ. അപ്പോൾ അതിനങ്ങനെ എതിരാണ്. ഗ്ലോബലൈസേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയ രാജ്യം ചൈന ആൻഡ് ഇന്ത്യയാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ഇനിയിപ്പോൾ അത് വരാൻ പോകും. സബ് കോൺട്രാക്റ്റുകൾ അവർ നിർത്തും. അപ്പോൾ ഈ ബൈഡനെയും കാട്ടിക്കാൾ തലവേദനയാണോ ട്രംപ്? കാരണം ബൈഡൻ ഇരുന്ന കാലത്ത് ഇന്റർനാഷണലി നമുക്ക് ഗുണമാണ്. ബൈഡൻ ഇന്റർനാഷണലി നമുക്ക് ഗുണമായിരുന്നില്ല. ചിലപ്പോൾ ഇന്ത്യ വരുന്ന നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ്. ഇന്റർനാഷണലി ഗുണമാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഗുണമാണ്. പക്ഷേ നിങ്ങൾ എല്ലാം ഒന്നും പ്രതീക്ഷിക്കരുതേ. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നിൻ്റെ അടുത്ത് ഒരു മുസ്ലിം വീടാന്ന് വിചാരിച്ചു, നിനക്ക് അവിടെ നമ്മൾ പെരുന്നാളിനന്ന് നിന്നെ വിളിച്ച് ബിരിയാണി തരും. എല്ലാ ദിവസവും നിന്നെ വിളിച്ച് ബിരിയാണി തരാൻ പറ്റും. അപ്പം നീ ഓണത്തിന് എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നല്ല സദ്യയും എനിക്കാണെങ്കിൽ ഈ പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്, നീ അത് തരും. ഞാൻ എല്ലാ ദിവസവും അവിടെ നിന്ന് പാൽപ്പായസം കുടിക്കാൻ പറ്റും. അതാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇതിനി ഒരു മോദിക്ക് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുമോ? കാരണം മോദിയും ട്രംപും വലിയ ബന്ധത്തിലായിരുന്നു. ഇപ്പം എനിക്ക് മോഡിനെ പറ്റിയുള്ള ഇമേജിന് മാറ്റം വരില്ല, പക്ഷേ നിങ്ങളൊക്കെ ഇമേജിന് മാറ്റം വരില്ല. നിങ്ങൾ വിചാരിച്ചത് അവിടെ വരുന്നതോടുകൂടി ഇന്ത്യയുടെ അടുത്ത സ്റ്റേറ്റ് ആയിട്ട് അടുത്തൊരു സംസ്ഥാനമായിട്ട് അമേരിക്ക മാവും എന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ട് ഇവിടെ. അവർക്കത് പ്രശ്നമാണ്. അദ്ദേഹം ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ഉണ്ടല്ലോ. ഇപ്പോൾ കാനഡ ആയാലും മെക്സിക്കോ ആയാലും ബ്രസീലായാലും. പറഞ്ഞത് അങ്ങയുടെ താല്പര്യം പണ്ടത്തെ നമ്മൾ 2ാം ലോക മഹായുദ്ധത്തോടു കൂടി യൂറോപ്പിലൊക്കെ അവസാനിപ്പിച്ച സാരിയാണ്. ടു മച്ച് ഓഫ് എക്സ്ട്രീം നാഷണലിസം. അതാണ് അങ്ങേര് കളിക്കുന്നത് അവിടെ. അതിൽ വൈറ്റ്, മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് വൈറ്റ്, മധ്യവർഗവും താഴെത്തട്ടിലുള്ളതുമായ വെള്ളക്കാർ, പട്ടിണിക്കാരായ ദരിദ്രരായിട്ടുള്ള വീടില്ലാത്ത തൊഴിൽ നഷ്ടപ്പെട്ട വെള്ളക്കാർ. അതാണ് അങ്ങയുടെ ശക്തി. ഇന്ത്യക്കാർ മുസ്ലിം വിരോധം കൊണ്ട് വോട്ട് ചെയ്യുന്ന നോക്കണ്ട, അതാണ് അങ്ങയുടെ ശക്തി. എന്തായാലും ഈ ചോദ്യത്തിന് പ്രാധാന്യം ഉണ്ടോ എന്ന് അറിയില്ല. ഇന്നലെ ഇതിന് ട്രംപിന് പകരം കമലാ ഹാരിസ് ആണെങ്കിൽ ഇങ്ങനത്തെ നടപടികൾ ഉണ്ടാകും. ഈ നടപടികൾ ഉണ്ടാവും, പക്ഷെ കുറച്ചുകൂടി ഒന്ന് മയപ്പെടുത്തിയുണ്ടാവുള്ളൂ, മയപ്പെടുത്തി ചെയ്യുള്ളൂ. പക്ഷേ ഇന്റർനാഷണലി നമുക്ക് ദോഷം ചെയ്യും. കാരണം കമല ഇന്ത്യ വംശജ കൂടി ആയതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് വന്ന ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്ത് അവർക്കത് ദോഷം ചെയ്യും. അതുകൊണ്ട് അവരത് സ്ട്രിക്റ്റായി ഇന്ത്യക്കെതിരെ നിൽക്കും. ഇയാൾ ഇന്റർനാഷണലി നമുക്ക് ഗുണമാണ്, ഇന്റർനാഷണൽ റിലേഷനിൽ. ബാക്കി ഡൊമസ്റ്റിക് പോളിസി അങ്ങനെ വളരെ ഹാർഷായിരിക്കും. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നതാണ് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.